നമ്മൾ എഴുന്നേറ്റിട്ട് ഏകദേശം അരമണിക്കൂറിന് ഗോൾഡൻ ടൈം എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് വരുന്ന ഒരു ടൈമാണ്. അന്നേരം രണ്ടും തമ്മിൽ ഒരു ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക്, അതായത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ പ്രോഗ്രാം ചെയ്യപ്പെടും. ഇതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തേക്കാളും പ്രാധാന്യമാണ് രാത്രി എന്ന് പറയുന്നത്. കാരണം ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോകുന്ന ടൈമാണിത്. എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാം? ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഈ കുറേ ബെനിഫിറ്റ്സിനേക്കാളും അപ്പുറം, ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സിനേക്കാളും അപ്പുറം ഒരു ഇന്നർ കോൺഷ്യസ്നസ് ഓപ്പൺ ആവും. നമ്മുടെ ഒരു സ്പിരിച്വൽ തല അടുത്ത ലെവലിലേക്ക് പോകും. ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവൻ ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അച്ചീവ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സ്പിരിച്വലായിട്ട് പ്രോഗ്രസ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പലപ്പോഴും പലരും ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിസത്തെ അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകൊണ്ട് സ്പിരിച്വൽ തലത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. ഒരിക്കലും തന്നെ അവർക്ക് റിച്ച്നെസ്സിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അതായത് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം തന്നെ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു മഹാത്മാവിൻ്റെ ജീവിതം തന്നെ എടുക്കാം. അദ്ദേഹം ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടാണ്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് തന്നെ സ്പിരിച്വൽ തലത്തിലേക്കും എത്തിയ വ്യക്തിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും സ്പിരിച്വാലിസവും മെറ്റീരിയലിസവും അല്ലെങ്കിൽ ഭൗതികതയും ആത്മീയതയും രണ്ടും വേറെ വേറെ കാര്യമല്ല, രണ്ടും ഒരേ പക്ഷിയുടെ ചിറകുകളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് പലരും ചിന്തിക്കുന്നത് കുറേ ആകർഷിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് കാര്യം, ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും നേടണ്ടേ എന്നുള്ളതാണ്. ഒരിക്കലല്ല, നമുക്ക് ആദ്യം തന്നെ ഭൗതികതയെ നേടാം. അതുകൊണ്ടാണ് ഈ ഫോറിനേഴ്സിന് തന്നെ സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഇന്ത്യയിലേക്ക് വരികയും അവർ സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ ഹയർ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിയ കാരണം അവർ ഭൗതികതയെ പൂർണ്ണമായ രീതിയിൽ അവർ ആസ്വദിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി എന്ത്, ഇതിനേക്കാളും വലിയ എന്ത്, ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിനെ പോലെയുള്ള ആ ദൈവം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ബോധനയം പ്രാപിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവർ ലൈഫിൽ അവർ ആ ഭൗതികതയെ കൃത്യമായ രീതിയിൽ എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഇനി എന്ത് എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഹിന്ദു ഓരോരോ ഫിലോസഫിയിൽ ചാർവാക സിദ്ധാന്തം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ ഭൗതികതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ, അതായത് ആത്മീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭൗതികതയെ ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമായിരുന്നു. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിസം മാത്രമല്ല നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നത്, തികഞ്ഞ ഭൗതികത ഉണ്ടായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫിലോസഫി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ആത്മീയ തലത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഉള്ളത് ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട പ്രാക്ടീസാണ്. അതായത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ പുസ്തകം വായിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യാം, നമ്മൾ നേരെ മൊബൈൽ നോക്കുന്നതിന് പകരമായിട്ട് ഒരു 5 മിനിറ്റ് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശ്വാസം ശ്രദ്ധിക്കുന്നതനുസരിച്ച് നമ്മളെ ചിന്തകളുടെ അളവ് കുറയും. പിന്നെ ഉള്ളത് ഇതിനെ, അതായത് നമ്മൾ എഴുന്നേറ്റിട്ട് ഏകദേശം അരമണിക്കൂറിന് ഗോൾഡൻ ടൈം എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് വരുന്ന ഒരു ടൈമാണ്. അന്നേരം രണ്ടും തമ്മിൽ ഒരു ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക്, അതായത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ പ്രോഗ്രാം ചെയ്യപ്പെടും. ഇതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തേക്കാളും പ്രാധാന്യമാണ് രാത്രി എന്ന് പറയുന്നത്. കാരണം ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോകുന്ന ടൈമാണിത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്വാസം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ധനത്തെയാണ് ആകർഷിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ധനം എന്ന് പറയുന്ന ഫാക്ടറാണ്. കാരണം ഭൗതികമായിട്ടുള്ള ഏകദേശം നമ്മളെ ഒരു ലൈഫിൽ ഒരു 95% നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്, ബന്ധങ്ങളുടെ കാര്യത്തിലാകട്ടെ. അത് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട മുദ്രയാണ് കുബേര മുദ്ര എന്ന് പറയുന്നത്. കുബേര മുദ്ര എന്ന് പറയുന്നത് ഈ ലെവലിലാണ്, അതായത് ഈ ലെവലിലാണ് നമ്മൾ വെക്കേണ്ടത്. ഈ രണ്ട് വിരൽ ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെക്കാം. ഇത് കുബേര മുദ്ര. ഈ മുദ്ര തെറാപ്പിയുടെ അടിസ്ഥാനത്തിലാണ് കുബേര മുദ്ര ഉണ്ടായത്. ചിലപ്പം മുദ്ര തെറാപ്പിയെ കുറിച്ച് പലരും കേട്ടിരിക്കുന്നത്. മുദ്ര തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും പഞ്ചഭൂതങ്ങൾ. ഈ 5 വിരലുകൾ പഞ്ചഭൂതങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് അഗ്നി, വായു, ആകാശം, ഭൂമി തത്വം, ജലതത്വം എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങളെ ഡിനോട്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ മാനിപ്പുലേഷൻ, അതായത് നമുക്ക് കൂടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അതിലെ മുദ്രയാണ് കുബേര മുദ്ര എന്ന് പറയുന്നത്. ഇത് ഈ 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ വെക്കുക,
രീതിയിൽ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മടിയിൽ വെച്ചതിന് ശേഷം ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വെച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ നടന്ന ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിലേക്ക് കൊണ്ടുപോകുക. ചിലപ്പോൾ അത് ധനത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കാം. കാരണം നമ്മളുടെ ഉള്ളിലാകും തന്നെ പോസിറ്റിവിറ്റിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആകാശത്തിൽ നിന്നും ഒരു പ്രകാശം നമ്മുടെ മൂർധാവിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. ഇത് സഹസ്രാര ചക്രം എന്ന് പറയുന്ന ചക്രം, അതായത് നമ്മളെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ചക്രമാണ്. തലയോട്ടിയുടെ മുഖഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അന്നേരം ഈ ഒരു ലൈറ്റ്, ആകാശത്തു നിന്നും ഒരു ലൈറ്റ് നമ്മളുടെ സഹസ്രാര ചക്രം വഴി ശരീരത്തിലേക്ക് മൊത്തം പ്രവഹിക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടക്കുന്നതായി സങ്കല്പിക്കുക. അതായത് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലാവാം, അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യം വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അത് ഈ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോറി പോലെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ നാളെ നടക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ലൈഫിൽ നടക്കേണ്ട ഓരോ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്രീംസ് ഒന്നെങ്കിൽ പലരും ലൈഫിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ അച്ചീവ്മെൻറ്റ്സ് നേടിയ വ്യക്തികൾ അവരുടെ ഡ്രീംസ് ഒരു ഗോൾ ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രീം ലിസ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമായി ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ചെയ്തിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ ലൈഫിൽ നടക്കേണ്ട ഒരു 100 ലക്ഷ്യങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഈവൻ ഈ ചാനലിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒന്ന് വലിയ യൂട്യൂബേഴ്സിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ നടക്കണം എന്നുള്ള കാര്യം വരെ ഞാൻ അതിൽ എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ അതാണ് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ മാനിഫെസ്റ്റ് ആയെന്നുള്ള എനിക്ക് പോലും അറിയില്ല. അല്ലാതെ ഞാൻ പറയുന്നത്, ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളും എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് എഴുതി വെക്കുക. ഡെയിലി അതൊന്ന് വായിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയുള്ള ആക്ഷൻ പ്ലാൻ വെക്കുക. അതായത് നാളെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് ചെയ്യണം എന്ന രീതിയിലുള്ള ആക്ഷൻസ് പ്ലാൻ വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, എന്ത് കാര്യങ്ങൾക്കും ഏതൊരു കാര്യത്തിലും നമുക്കതിൽ നന്മ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തി ചതിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് വേദന നൽകി, അതിലും ഒരു നന്മ ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു പാഠം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ലെവലിൽ ചിന്തിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് ദൃശ്യവൽക്കരണം എന്നുള്ള കാര്യം. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുമ്പ് 10 കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലുള്ള ഒരു ലൈഫിനെ അല്ലെങ്കിൽ ഒരു ഹാബിറ്റിനെ ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ചേഞ്ച് ചെയ്യും. ഇത് സാധാരണപ്പെട്ട രീതിയിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ബിഗിനറിന് ഈ പറയുന്ന പ്രൊസീജിയർ വളരെ വലുതാണ്. അതായത് ഈ ഒരു മുദ്ര എന്ന് പറയുന്നത് പല രീതിയിലും നമ്മുടെ പഞ്ചഭൂതങ്ങളെ യൂണിവേഴ്സിൽ നിന്നും നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളെയും ഒരു ഇന്റർ അലൈൻ ചെയ്തുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗിനറിന് ഭയങ്കര പവർഫുള്ളാണ്. പക്ഷേ ഇവിടെ എനിക്കൊരു ചെറിയൊരു ക്ലാരിറ്റി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരാൾ ഈ പറയുന്ന ഈ കുബേരമുദ്രയിലിരിക്കുന്നു, അദ്ദേഹം നന്നായിട്ട് ഈ പറയുന്ന നല്ലൊരു വിഷ്വലൈസേഷനിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഡ്രീംസിനെ അദ്ദേഹം കാണാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരുവിധപ്പെട്ട മിക്ക ആൾക്കാർക്കും കണ്ണടച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവം കിട്ടണമെന്നില്ല. പല രീതിയിലുള്ള ബാഡ് തോട്ട്സുകളോ മോശമായ രീതിയിലുള്ള തോട്ട്സുകളായിരിക്കും ആദ്യം നമ്മുടെ കോൺഷ്യസ് ലെവലിലേക്ക് വരുന്നത്. അല്ലേ? കുബേരമുദ്രയിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് 2 കൈയും അതേ മുദ്രയിലിരുന്ന് പഞ്ചഭൂതങ്ങളെ ശരീരത്തിലും പ്രകൃതിയിലുള്ള ഭൂതങ്ങളെ നമ്മൾ അലൈൻ ചെയ്യുന്ന സമയത്ത് ഈ സഹസ്രാര ചക്രത്തിലേക്ക് വരുന്ന ആ ഒരു ലൈറ്റ് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടെ പറഞ്ഞാൽ ഇത് പൂർണ്ണമാവും. ഈ പറയുന്ന ലൈറ്റ് ഏത് കളറായിരിക്കണം, എങ്ങനെയാണ് ഈ സഹസ്രാര ചക്രത്തിൽ നിന്ന് ആജ്ഞാചക്രത്തിലേക്കും താഴെക്കൂടെ കൊണ്ടുവരേണ്ടത്, അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു. ആദ്യമേ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ റേക്കി പ്രാണി ഹീലിംഗ് എന്ന് പറഞ്ഞ ഹീലിംഗ് എനർജിയെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹീലിംഗ് ചെയ്യുന്നത് യൂണിവേഴ്സൽ എനർജി ഉപയോഗിച്ചാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളെ 2 കൈകളൊന്ന് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സെൻസേഷൻ, ചിലപ്പോൾ അട്രാക്ഷൻ ആയിരിക്കാം, റിപ്പിൾ ആയിരിക്കാം, ഇത് ഫീൽ ചെയ്യും. അത് മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും. കാരണം നമ്മുടെ കൈകളിലൂടെ തന്നെ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഇതാണ് ഇങ്ങനെ ചില കൃഷ്ണൻ്റെയും അല്ലെങ്കിൽ ഇതേപോലുള്ള ചിത്രം കാണുന്ന സമയത്ത് ഈ ലൈറ്റ് പാസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് നമ്മൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ വെൽത്ത് ആണെങ്കിൽ ഗോൾഡൻ ലൈറ്റാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ബ്ലൂ ലൈറ്റ്, അത് നമ്മളെ എന്തെങ്കിലും രീതിയിലുള്ള സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് വൈറ്റാണ്, അതൊരു ഹീലിംഗ് ആണ്. അതായത് നമ്മൾ ഇപ്പം ഹീൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ലൈറ്റ് വരുന്നതായിട്ടും കാലുകളിലൂടെ ഒരു ബ്ലാക്ക് കളർ പോകുന്നതായിട്ടും സങ്കല്പിക്കുന്നതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓറയുടെ കാര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓറയിൽ ചിലപ്പോൾ നെഗറ്റിവിറ്റി വന്നേക്കാം. പണ്ട് കാലങ്ങളിൽ നമ്മളെ മുത്തശ്ശിമാരെല്ലാം ഈ ഉപ്പ്, മുളക്, കടു എല്ലാം തന്നെ ഒഴിഞ്ഞു കത്തിക്കും. അന്നേരം ഇതൊന്നും ആദ്യം തന്നെ ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ്
അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനായിരുന്നു. അതായത് യുക്തിവാദം അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്തിനും യുക്തി കൊണ്ടാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. ചെയ്തു നോക്കി. അന്നേരം മുളകിൻ്റെ സ്മെല്ല് വരുന്നില്ല. ഞാൻ മുളക് എടുത്ത് പൊട്ടിച്ച് നോക്കി, ഇത് പൂപ്പിലൊന്നും ഇല്ല. അന്നേരം ഉഴിഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഉഴിഞ്ഞ് കത്തിച്ചേരും ഒരു ആശ്വാസം വരുന്നതായിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ പ്രാണി ഹീലിംഗെല്ലാം പഠിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് ഈ ഓറയെക്കുറിച്ച് പഠിച്ചത്. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഈവിളായി അല്ലെങ്കിൽ നമ്മളെ ഓരോ തോട്ട്സും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഓരോ തോട്ട്സും നമ്മളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ തോട്ട്സ് മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം ഈവിളായിയെ നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ ഒരു ഓറ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓറ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ മെൻ്റൽ പവറുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് എഫക്റ്റ് ചെയ്യില്ല. ഇവൻ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ഓറ വീക്കാണ്, മനസ്സ് ഭയങ്കര ചഞ്ചലപ്പെടുകയാണ്. അവരാണ് പറയുക എൻ്റെ ആരെങ്കിലും എനിക്ക് ശത്രുദോഷം ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. മറിച്ച് ഒരു സക്സസ്ഫുള്ളായ വ്യക്തിയെ സംബന്ധിച്ച് ഇതൊന്നും അവരെ വിഷയമല്ല. കാരണം അവരെ ഓറയും അവരെ മൈൻഡും ഇതിൽ ഇതല്ല. ഈ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ വിഷ്വലൈസിങ് ചെയ്യുന്ന സമയത്ത് സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വൈറ്റ് കളർ അല്ലെങ്കിൽ ഗോൾഡൻ ലൈറ്റ് ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ചെയ്യുന്നത്. ഒരു വെൽത്ത് റിലേറ്റഡ് ആണ് നമ്മൾ വിഷ്വലൈസേഷനിൽ പോവുകയാണെങ്കിൽ വൈറ്റ് കളറും ഈ പറയുന്ന ഒരു വെൽത്ത് ഗോൾഡൻ കളർ. ഓക്കെ, വൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്, ഹീലിംഗ് ആണ്. ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സക്സസ്, ഒരു സ്പെസിഫിക് സബ്ജക്റ്റിലേക്ക് നമ്മൾ സക്സസ് ഓറിയന്റഡ് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലേ, ഒരു സ്പെസിഫിക് ഗോളിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലൂ കളർ, അല്ലേ, ഈ മൂന്നും അല്ലേ കളർ വരുന്നത്, അല്ലേ. സോ അപ്പോൾ സാധാരണപ്പെട്ട ഒരു ബിഗിനർ പൂർണ്ണമായിട്ടും ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതൊരു ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഇയർഫോൺ വെച്ചിട്ട് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം, ഇവൻ നമ്മളെ കോഴ്സുകളിൽ കൊടുക്കുന്ന എല്ലാം തന്നെ ഗൈഡഡ് മെഡിറ്റേഷൻസ് ആണ് നമ്മൾ നൽകുന്നത്. കാരണം വിഷ്വലൈസേഷൻ ചെയ്യുന്ന പറയുന്ന സമയത്ത് എന്താ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് അത് ക്ലിയർ കട്ടായി നമ്മൾ എന്ത് ചെയ്യും, ഗൈഡൻസ് കൊടുത്തിട്ട് ബൈനറി മ്യൂസിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൊടുക്കുകയാണ് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. സന്തോഷം. കാര്യം ഈ കാണുന്ന എല്ലാവർക്കും ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. അവരുടെ ലൈഫിലുള്ള എല്ലാ പറയുന്ന ഗോൾഡൻ ഗോൾസുകളും ഈ വിഷ്വൽ രീതിയിൽ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.